ഗുഡ് മോർണിംഗ്. ഹലോ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, അതായത് സമ്പന്നരിൽ നിന്ന് അല്ലെങ്കിൽ വിജയിച്ചവരിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിക്കണം, ഏത് ഹാബിറ്റാണ് പഠിക്കേണ്ടത്. മനസ്സിലാവുന്നു? വിജയിക്കുന്നതിന് ഹാബിറ്റുകൾക്ക് അത്രമാത്രം സ്വാധീനമുണ്ട്. ഈ ഹാബിറ്റുകൾ നമ്മുടെ ക്യാരക്ടറായി മാറും. മനസ്സിലാവുന്നു? നമ്മുടെ ആക്ഷൻസ് ആണ് ഹാബിറ്റായി മാറുന്നത്. നമ്മളിപ്പോ ചില കാര്യങ്ങൾ നമ്മൾ കൃത്യമായി, നമുക്കിപ്പോ ഒരു ഹാബിറ്റ് അല്ലേ രാവിലെ നടക്കുക, ഇതേ സമയത്ത് വീഡിയോ പറയുക. മനസ്സിലാവുന്നു? ഇതേപോലെ ആയി വരുമ്പോൾ ഇത് നമ്മുടെ ഒരു ക്യാരക്ടറായിട്ട് ഫോം ചെയ്യും, ഇതിന്റെ നന്മ. മനസ്സിലാവുന്നു? അപ്പൊ ഓക്കെ. അപ്പൊ എന്താണ് നമ്മള് വിജയിച്ചവരിൽ നിന്ന്, അതായത് ലോകത്ത് വലിയ വിജയങ്ങൾ നേടിയവരിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കണം, എന്ത് പഠിക്കാനുണ്ട്? ഓക്കെ, അതിനെ പറ്റിയാണ് നമ്മൾ പറയാൻ വരുന്നത്. അപ്പൊ ഒന്ന്, നമ്മൾ പറയുന്ന ഫസ്റ്റ് പോയിന്റ്, ലോകത്തെ ഏറ്റവും വാലിഡ് ആയിട്ടുള്ള അല്ലെ വാല്യുബിൾ ആയിട്ടുള്ള ഒന്നാണ് ടൈം. അതുകൊണ്ട് നമ്മൾ ആദ്യം പറയുന്നു, ടൈം മാനേജ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ ആദ്യം പഠിക്കേണ്ടത്, എവരിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടത് എന്താ? ടൈം മാനേജ്മെന്റ്. ഓക്കെ, ടൈം എങ്ങനെയാ നമ്മൾ ചെയ്യുന്നത്? അത് എന്തൊക്കെയാ ടൈം മാനേജ്മെന്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നേ? അതെ, ഈ വിജയിച്ചവന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്തെന്ന് വെച്ചാൽ, അവൻ ഓരോ മണിക്കൂറിനും വിലയുണ്ട്. അവൻ ഓരോ മണിക്കൂറിൽ എന്തെങ്കിലും ചെയ്തിരിക്കും. ആലോചിച്ചോണം, ഒരു മണിക്കൂർ അന്നേരം ഒരു മിനിറ്റ് ചെയ്യുന്നവനുണ്ടെന്നുണ്ടെന്ന് ചിന്തിച്ചു നോക്കി, അവൻ ലോകം കീഴടക്കും. അത് വലിയ അസാധ്യമായ കാര്യമാണെങ്കിലും മണിക്കൂറിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിരിക്കണം. അതായത് നമ്മുടെ ജീവിതത്തെ പറ്റി കൃത്യമായ ഒരു എന്തുണ്ടാവണം? നിങ്ങളിപ്പോ പറഞ്ഞേ, ഡൂ ലിസ്റ്റ്, പ്ലാനിങ് ഉണ്ടാവണം. മനസ്സിലാവുന്നു? ഒരു കലണ്ടർ യൂസ് ചെയ്യും. മക്കള് സത്യം പറ, നിങ്ങളൊക്കെ കലണ്ടർ, ഫോണിനകത്ത് കലണ്ടർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, നിങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടോ? പ്രധാനപ്പെട്ട ഡേയ്സ് വരുമ്പോ നോട്ട് ചെയ്ത് വെക്കും. അതൊക്കെ എല്ലാവരും നോക്കും. അവധി എന്നൊക്കെ ഉണ്ടെന്ന് പിള്ളേരെല്ലാം നോക്കത്തില്ലേ? അതല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ ആ കലണ്ടർ എടുത്തിട്ട് 13-ാം തീയതി 10 മണിക്ക് എനിക്ക് സ്കൂളിൽ ഇന്ന പ്രോഗ്രാം, 16-ാം തീയതി ഇന്ന പ്രോഗ്രാം, നിങ്ങളുടെ ഫോണിനകത്ത് കുറിച്ച് വെച്ചുകൂടെ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അതിനാണ് ഫോണിനകത്ത്, കലണ്ടർ ഫെസിലിറ്റീസിനകത്ത് ഡൂ ലിസ്റ്റ്, അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും ചെയ്യുവാൻ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നേ? ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. നമ്മളെ റിക്കളക്ട് ചെയ്യിപ്പിക്കാനുള്ള പരിപാടി അതിനകത്തുണ്ടോ? മെമ്മറൈസ് ചെയ്യാൻ അലാം ഉണ്ട്. മനസ്സിലാവണം? അപ്പൊ നമുക്ക് ഫോണുകളിലെല്ലാം ആ ഇതുണ്ട്, അത് ആരൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾ എത്ര മണിക്കാ പഠിക്കണ്ടേ, എത്ര മണിക്കാ കളിക്കണ്ടേ, നിങ്ങളുടെ ഡെയിലി റൂട്ടീൻ അതിനകത്ത് ഉണ്ടാക്കി വെക്കാൻ പറ്റും. അപ്പൊ അത് ഉപയോഗിക്കണം. ടെക്നോളജി കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു പോകണം. അപ്പൊ ഒന്ന്, വിജയിച്ചവരിൽ നിന്ന് ആദ്യം പഠിക്കേണ്ടത് എന്തോ? ടൈം മാനേജ്മെന്റ്. രണ്ടാമത് അവരിൽ നിന്ന് പഠിക്കേണ്ടത് കൺസിസ്റ്റൻസിയാണ്, അല്ലെ ഹാർഡ് വർക്ക്. കൺസിസ്റ്റൻസി ആൻഡ് ഹാർഡ് വർക്ക്. അവർ ആ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ നിങ്ങൾ തന്നെ പറയുന്നു, നിങ്ങൾ പ്രസംഗത്തിന് വേണ്ടി അല്ലെങ്കിൽ ലീഡർ ആവാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു, അല്ലെ IAS IPS എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. ഫസ്റ്റ് നിങ്ങളത് വിശ്വസിച്ചു, നമ്മൾ സെറ്റാക്കി, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ കൊട്ടാരക്കര SP KB ഗണേഷ് കുമാറിന്റെ ഏതോ ഒരു പ്രോഗ്രാമിന് അയാൾ പ്രസംഗിച്ചായിട്ടായിരുന്നു. ഞാൻ 4 പ്രാവശ്യം തോറ്റിട്ടാണ് പഠിച്ചത്. അവനാണ് IPS മേടിച്ചത്. അവനോട് പലരും ചോദിച്ചു, പുള്ളിക്കാരനോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇതിന്റെ പിന്നാലെ നടക്കാത്ത കാര്യത്തെ വിമൽ കേട്ടോ, നടക്കാത്ത കാര്യം. ഗുഡ് മോർണിംഗ് വിമൽ. അപ്പം നടക്കാത്ത കാര്യത്തെ പറ്റി എന്തിനാണ് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടാണ് ഈ കൺസിസ്റ്റൻസിയുടെ സംഭവം വരുന്നത്. ആര് നിങ്ങളോട് പറയുന്നു നടക്കത്തില്ല എന്ന് പറഞ്ഞോ, നിങ്ങളുടെ വിഷയമല്ല. നിങ്ങളുടെ മൈൻഡാണ് പറഞ്ഞത് ഇത് നടക്കുന്നു, ആണോ? നിങ്ങൾ കൃത്യമായി അതിനകത്ത് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്, ഹാർഡ് വർക്ക് മാത്രം കൊണ്ട് ജയിക്കാൻ പറ്റത്തില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇതോടെ ആഡ് ചെയ്തോണേ. അപ്പൊ പറഞ്ഞ് ഹാർഡ് വർക്ക് കൊണ്ട് ജയിക്കത്തില്ല എന്ന് പറഞ്ഞെന്ന് പറയരുത്. സ്മാർട്ട് വർക്കും ഷാർപ്പ് വർക്കും ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ജയിക്കാൻ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ. ആദ്യം എന്ത് വേണം? ഹാർഡ് വർക്ക് വേണം. നിങ്ങൾ പുസ്തകം ആദ്യം പഠിക്കുന്ന സമയത്ത് അത് എഴുന്നേറ്റ് പോകാനുള്ള ഭയങ്കരമായ ത്വരയുണ്ടാവും. പക്ഷെ അന്നേരം നിങ്ങളെ പിടിച്ചിരുത്തുന്നതാണ് ഹാർഡ് വർക്ക്. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പിന്നെ കാലങ്ങളിൽ നിങ്ങൾ പഠിച്ചെടുക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞേ? സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞത്. അത് ഷാർപ്പ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൃത്യമായി എനിക്ക് അതിനകത്ത് നിന്ന് കിട്ടേണ്ടത്, അത് ആ പുസ്തകം വായിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഐഡിയ കിട്ടും. മനസ്സിലാവണോ? നമ്മള് ഏത് ജോലിക്കും ആദ്യം എന്തുണ്ട്? ഹാർഡ് വർക്ക് ഉണ്ട്.
മനസ്സിലാവുന്നോ? Yeah. രാവിലെ എഴുന്നേറ്റ് നടക്കുന്ന സമയത്ത് ഇന്നിപ്പോ നല്ല മഴക്കോളാ. ഈ കാറ് കാണുമ്പോഴേ പറയുക, നിങ്ങളുടെ അമ്മ മിക്ക ദിവസം അങ്ങനെ പറയും, ഓ ഇന്ന് മഴയായിരിക്കും പോണ്ടെന്ന് പറയും. എന്ത് ചെയ്യണം? ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തങ്ങ് വെക്കുക, കാലെടുത്ത് മുറ്റത്തോട്ടങ്ങ് വെച്ച്. പിന്നുണ്ടോ? പ്രശ്നമുണ്ടോ? ഏത് പ്രവർത്തനം നടത്തണമെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുന്നതാണ് ഏറ്റവും വലിയ പാട്. അപ്പം 100 മീറ്റർ നടക്കാനും 1000 കിലോമീറ്റർ നടക്കാനും നമ്മൾ ഏത് ആക്ടിവിറ്റീസ് ചെയ്യാനും അല്ലെ നമ്മുടെ ഹിമാലയത്തിൽ കയറണമെങ്കിലും ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുക എന്നുള്ളതാണ്. മനസ്സിലാവുന്നു? ആ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാനുള്ള ആ ആ ഡിറ്റർമിനേഷൻ, ആ ഒരു ഊർജ്ജം എടുത്തു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ നടന്നു പോകും. ഐഡിയ കിട്ടുന്നു? അപ്പൊ കൺസിസ്റ്റൻസിയും ഹാർഡ് വർക്കും ആർക്കുണ്ടാവും? ഈ വിജയിച്ചവർക്കെല്ലാം ഉണ്ടാവും. അവരോട് പലരും പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ തോമസ് ആൽവാ എഡിസൺ തന്നെ അവന്റെ എക്സ്പെരിമെന്റൽ ഏരിയ മൊത്തം കത്തിപ്പോകുമ്പം അവൻ എന്താ പറയുന്നേ? ഇതിൽ നിന്ന് ഒരു പുതിയ ഊർജം കണ്ടെത്തി അവൻ വരുന്നത്. മനസ്സിലാവുന്നോ? അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? പ്രതിസന്ധികളിൽ നിന്ന് ഊർജം സ്വീകരിക്കുന്നവരായി മാറണം. അവിടാണ് കൺസിസ്റ്റൻസി വരുന്നത്. ഐഡിയ കേട്ടോ? അപ്പൊ ആ ഹാർഡ് വർക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അടുത്തെന്ന് പറഞ്ഞ റീഡിങ് ഹാബിറ്റ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. മനസ്സിലാവുന്നോ? ഇപ്പൊ പപ്പ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഈ പറയണമെന്നുണ്ടെങ്കിലും നമ്മൾ ഈ പുസ്തകം വായിക്കുന്നുണ്ടാ ഒരു ദിവസം മിനിമം ഒരു 30 പേജ്, അല്ലേ അത്രയും ഒക്കത്തില്ല. നിങ്ങൾ ഒരു ദിവസം ഒരു 5 പേജ് വായിക്കാമോ? ഇവിടെ മോനെ 5 പേജ് വായിക്കാം. ഈ കേൾക്കുന്ന എല്ലാവരും വായിക്കും, പക്ഷെ സ്ഥിരം വായിക്കത്തില്ല. അവിടാണ് പ്രശ്നം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ 9 ആഴ്ച അടുപ്പിച്ച് പോകാൻ പറയുന്നത്. അതായത് ഏഴംകുളത്തൊരു പള്ളിയുണ്ട്, പേരെന്തായിരുന്നു? ഏഴംകുളത്ത് ആ പള്ളിയുടെ പേര്. വ്യാഴാഴ്ച എവിടെ പോന്നേ? ചേടാ എന്തൊരു മറവിയായിപ്പോയി. അപ്പൊ ആ പള്ളി ചെല്ലുമ്പോഴേ അവര് പറയുന്ന 9 ആഴ്ച അടുപ്പിച്ച് ചെല്ലണമെന്നാണ്. അതും വ്യാഴാഴ്ച തന്നെ പോണം. മനസ്സിലാവുന്നു? ഇതിന്റെ ആ ഒരു ഞാൻ പറയുന്ന ആ സംഭവം എന്താന്ന് ചോദിച്ചാ, ഈ 9 ആഴ്ച പോണമെന്നുണ്ടെങ്കിൽ അത് എന്നാ പോണ്ടേ? വ്യാഴം. അപ്പൊ എന്റെ മൈൻഡ് മൊത്തം ആ പള്ളിയുടെ പേരന്വേഷിച്ചു പോകുന്നോണ്ടാണ് ആ പ്രശ്നം പറ്റി. അപ്പം അതായത് നിങ്ങളെടുക്കുന്ന നിങ്ങളുടെ വിശ്വാസം, നിങ്ങളെടുക്കുന്ന സ്ട്രെയിൻ, അതിനുവേണ്ടി എടുക്കുന്ന ഹാർഡ് വർക്ക്, അതിനുവേണ്ടി എടുക്കുന്ന തയ്യാറെടുപ്പ്, അതിനു വേണ്ടിയുള്ള വണ്ടിക്കൂലി, അങ്ങനെയുള്ള എല്ലാം നിങ്ങൾ എടുക്കുമല്ലോ. എന്നാലല്ലേ അന്ന് പാനോക്കൂ. നിങ്ങൾ പല കാര്യം മാറ്റിവെക്കത്തില്ലേ? അപ്പൊ ഒരു കാര്യത്തിനു വേണ്ടി നിങ്ങളുടെ ആത്മാവും മനസ്സും ശരീരവും ഒരുമിച്ച് ചേരുന്നു എന്നതിനർത്ഥം. നിങ്ങൾക്ക് ഐഡിയ കിട്ടിയോ? കൺസിസ്റ്റൻസി ഉണ്ട്, പെർസിസ്റ്റൻസ് ഉണ്ട്, എല്ലാം വരുവാ. മനസ്സിലാവുന്നോ? ഡിസിഷൻ മേക്കിംഗ് വരുന്നു. അതുള്ള സർവ്വവും ഒരുമിച്ച് വന്നോണ്ടാ നിങ്ങൾക്ക് 9 ആഴ്ച അടുപ്പിച്ച് പോകാൻ പറ്റിയേ. അല്ലെന്നുണ്ടെങ്കിൽ 9 ആഴ്ച അടുപ്പിച്ച് പോകാൻ പറ്റുമോ? നിങ്ങൾ അതിനിടയ്ക്ക് കാണാൻ പടാന്ന് പറഞ്ഞ വീട് സീരിയസ് അല്ല, പക്ഷേ കുണ്ടിക്ക് നല്ല വേദന, മൈൻഡ് റെഡി ആവത്തില്ല. അപ്പൊ നമ്മൾ ഉടനെ പറയും, ഓ എനിക്കിന്ന് വയ്യായേ. ആ പോകുമ്പോൾ അന്നേരവും നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മൈൻഡ് നോക്കുന്നത്. അല്ലാതെ ആ പള്ളിയിൽ ഒരു അത്ഭുതവും ഇല്ല, ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ ഈ 7 ആഴ്ച അല്ലെങ്കിൽ 9 ആഴ്ച കൃത്യമായി പോകാൻ വേണ്ടി മരുതമൂട് പള്ളി, മരുതമൂട് പള്ളി അത് അന്വേഷിച്ചാൽ ഇത്രയും നേരം നടത്തി. അപ്പൊ ഈ മരുതമൂട് പള്ളിയിൽ പോയാൽ അവിടെ എന്തെങ്കിലും ഇരിപ്പുണ്ടോ? ഒന്നുമില്ല. പക്ഷെ നിങ്ങളിൽ മാറ്റം വരുത്തി. എന്തുവാ? നിങ്ങൾ കൃത്യമായിട്ട് ഇത്ര ദിവസം ഇത് പോകാൻ തുടങ്ങി, അങ്ങനെ പോകാൻ തുടങ്ങി, ഇങ്ങനെ പോകാൻ തുടങ്ങി. 9 ആഴ്ച ആകുമ്പോഴത്തേക്ക് ഇത്രയും സമയം 9 × 7 എത്രടേ? 63. അപ്പൊ 63 ദിവസം നിങ്ങൾ ഇതിനുള്ള തയ്യാറെടുപ്പ് നടത്തി. അപ്പോഴത്തെ അത് നിങ്ങളുടെ ക്യാരക്ടറായി മാറുക. നിങ്ങളുടെ ജീവിതത്തിൽ അതിനനുകൂലമായ ചില സാഹചര്യങ്ങൾ സ്വീകരിക്കുന്നു എന്നാണ് അർത്ഥം. ഇങ്ങനെ വേണം നിങ്ങൾ പുസ്തകം വായിക്കാൻ. നിങ്ങളെ അവിടെ വേണമെന്നുണ്ടെങ്കിൽ ചെങ്ങല വെച്ച് കെട്ടി കസേരയിലിട്ടാലും നഷ്ടമൊന്നുമില്ല. കാരണം എന്താ? പുറത്തു നിൽക്കുന്ന ഒരാൾക്ക് ഇതെന്തായിട്ട് തോന്നാം, ഇവ എന്തിനാണ് സ്വന്തമായിട്ട് ഇങ്ങനെയൊക്കെ വേലത്തരം കഴിയും, വട്ടന. ആ വട്ടിൽ നിന്നാണ് നിങ്ങൾ രൂപാന്തരപ്പെട്ടു വരുന്നത്. അതുകൊണ്ടല്ലേ ജയിച്ച പലരെയും നമ്മൾ വട്ടനാന്ന് പറയുന്നത്. എലോൺ മസ്ക് തന്നെ അവൻ സ്വയം പറയുന്നു. കാരണം എന്താ? ആ വട്ടത്തിൽ അവരുടെ കയ്യിൽ ഉണ്ടാവും. കാരണം എന്താ? ജയിക്കാൻ അവർ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നോ? അതാണ് റീഡിങ് ഹാബിറ്റും അത്തരത്തിലാണ്. നിങ്ങൾ അങ്ങ് വായിക്കാന്നൊക്കെ വിചാരിക്കും,
അടുപ്പിച്ച് വായിക്കുമ്പോൾ നിങ്ങളുടെ എന്താ ചെയ്യും, നിങ്ങളുടെ ഊപ്പാട് വരും. ഒരു ദിവസം വായിക്കുന്ന ഒരു പ്രശ്നമല്ല, കോമിക്ക് വായിക്കുന്ന പ്രശ്നമല്ല, നോവൽ വായിക്കുന്ന പ്രശ്നമല്ല. അന്നേരം നിങ്ങൾ എന്താ വായിക്കേണ്ടത്? ഇത് ഇങ്ങനെയുള്ള വായനയിലൂടെ തുടങ്ങണം. അപ്പം ഒന്ന് നമുക്ക് പറയാനുള്ളത്, വായനയിലൂടെ പുതിയ അറിവുകൾ ലഭിക്കുമോ? പിന്നെന്തോന്ന് വെച്ചാൽ സ്പിരിച്വൽ ആയിട്ടുള്ള ബുക്ക് മേടിക്കണം, മോട്ടിവേഷണൽ ആയിട്ടുള്ളത് വായിക്കണം, മെന്റൽ എൻകറേജ് ചെയ്യുന്ന ബുക്ക് മേടിക്കണം, ടെക്നോളജി ആയിട്ടുള്ളത് മേടിക്കണം, ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ളത് വായിക്കണം, മെഡിക്കൽ ബേസ്ഡ് ആയിട്ടുള്ളത് വായിക്കണം. എന്തിനാ? നിങ്ങൾക്ക് അറിവുകൾ കൃത്യമായി ഈ ബുക്കുകളിൽ നിന്ന് കിട്ടും. ഐഡിയ കിട്ടിയോ? ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്തും ലൈഫ് സ്റ്റൈലും ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളിപ്പം ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്ന് പഠിക്കേണ്ടതാണ്. അപ്പൊ അവർ ഇത്രയും സമ്പത്തുണ്ടാക്കുമ്പോൾ അവരതനുസരിച്ച് അവരുടെ ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? അപ്പം വിജയിച്ചവരെല്ലാം എന്ത് ചെയ്യും? അവരുടെ ഹെൽത്ത്, അവരുടെ ലൈഫ് സ്റ്റൈലും വളരെ കൃത്യമായിരിക്കും. അതിന് ഞാനൊന്ന് പറയണേ, നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നവർ ഫോണ് അപ്പുറത്തെ കൈ പിടിച്ച അത് വെള്ളം വീണാലും സാരമില്ല, അല്ലാന്നുണ്ടെ എന്റെ കൈ തട്ടി താഴെ വീഴും. അപ്പൊ എന്ത് ചെയ്യും? ഈ ചിന്ത വേണം. ഇപ്പൊ എന്തായിരുന്നു പപ്പ പറഞ്ഞ പോയിന്റ്? എന്തായിരുന്നു? ഹെൽത്ത്, ലൈഫ് സ്റ്റൈൽ എന്താന്ന് വെച്ചാൽ കൃത്യമായ രീതിയിൽ നമുക്കൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാവണം. രാവിലെ എഴുന്നേക്കുന്നു, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യണം, ബൈബിൾ വായിക്കൊണ്ടുവരാം, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മൈൻഡിന് കൊടുക്കും. ഈ സമയത്ത് എഴുന്നേറ്റ് കഴിഞ്ഞ് ഫസ്റ്റ് നമ്മൾ റിജക്ട് ചെയ്യേണ്ട ഒരു സാധനം ഫോണാണ്. എന്തോ, നമ്മൾ എന്തെങ്കിലും ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നാലെ പോകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ആ സാധനം അവിടെ വെക്കണം. ഞാൻ 6 മണിക്ക് ഫോൺ എടുക്കൂ എന്നങ്ങ് ചിന്തിച്ചേക്കണം. 4:03 എഴുന്നേക്കുന്ന നമുക്ക്, അപ്പൊ ഒരു 4 മണി മെഡിറ്റേഷൻ ഒരു 4:15 ആകുമ്പോഴത്തേക്ക് തീരുന്നു, നമ്മുടെ പുസ്തകം വായിക്കുന്നു. നമ്മൾ ഈ 6:55 5:50 ആകുമ്പോഴത്തേക്ക് നടക്കാൻ ഇറങ്ങുന്ന സമയം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡ് എന്ത് ചെയ്തു? നമ്മുടെ ജോലി മൊത്തം ചെയ്ത് കഴിഞ്ഞു. ഐഡിയ കിട്ടുന്നു? അപ്പൊ നമുക്ക് വേണ്ട ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഉറക്കം. എന്ന് പറഞ്ഞാൽ വൈകിട്ട് 7 മണിക്ക് എന്ന് കടന്നിട്ട് പിറ്റേന്ന് 7 മണി വരെ ഉരുണ്ടും പുരണ്ടും കിടക്കുന്ന ഉറക്കം അല്ല പറയുന്നത്. 5 മണിക്കൂറെങ്കിൽ സുഖമായ ഉറക്കം. അതിന് നമുക്ക് എന്താണോ ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെ അതിന് ഉറക്കം കൃത്യമായി കിട്ടാൻ നിങ്ങൾ അന്നത്തെ ദിവസം ചെയ്ത കാര്യങ്ങൾ, രാവിലെ എഴുന്നേറ്റ ഇടപ്പം തൊട്ട് നിങ്ങൾ ഉറങ്ങാൻ കിടന്നിടം വരെയുള്ള കാര്യങ്ങളെ ഓർക്കണം. എങ്ങനെ ഓർക്കണം? അറിയാതെ ഉറങ്ങിപ്പോവും. എങ്ങനെയാണെന്നറിയാം? കൃത്യമായി ഒന്നാമത്തെ കാര്യം 1, രണ്ടാമത്തെ കാര്യം 2, 1, 2, 3 എന്നുള്ള പ്രിഫറൻസ് വെച്ച് ഓർക്കണം. മനസ്സിലായോ? തെറ്റിപ്പോരുത്. തെറ്റിയാ പിന്നെ 1 എന്ന് പറഞ്ഞ് തുടങ്ങണം. അപ്പൊ അതിപ്പോ നമ്മുടെ മനസ്സ് പറയും പിന്നെ ഉറങ്ങുന്ന എന്നാ ഭേദം എന്ന് പറഞ്ഞാൽ അറിയാതെ ഉറങ്ങും. മനസ്സിലാവുന്നോ? ഇതാണ് അവിടെ സംഭവിക്കുന്ന ടെക്നിക്ക്. അപ്പൊ അന്നേരം ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാവണം. അപ്പൊ മോർണിംഗ് വാക്ക് ഉണ്ടാവണം, അതായത് എക്സസൈസ് ഉണ്ടാവണം, സ്ലീപ്പ് ഉണ്ടാവണം, നല്ല ഫുഡ് ഉണ്ടാവണം. ജങ്ക് ഫുഡ്സ് കഴിക്കരുത്. ചുമ്മാതെ ഇപ്പോഴത്തെ ഈ മുളകും മല്ലിയും എല്ലാം കൂടെ വാരി തിന്നരുത്. പരമാവധി പറ്റുന്നിടത്തോളം ഫ്രൂട്ട്സിനകത്ത് വൈകിട്ട് നിർത്താമെങ്കിൽ അത് നോക്കുക. രാവിലെ ഒരുവിധം ചപ്പാത്തിയോ പയറുകറി അങ്ങനെയൊക്കെ ഉള്ളതിനകത്തോട്ട് പോവുക. ഉച്ചയ്ക്ക് ഇച്ചിരി മാന്യമായ ഒരു ഫുഡ് കഴിക്കുക. യഥാർത്ഥത്തിൽ രാവിലെ നല്ലോണം കഴിച്ച് ഉച്ചയ്ക്ക് കൂടെ കൺട്രോൾ ചെയ്ത് പോകുന്നതാണ് നല്ലത്. ഓക്കെ, അതെന്തോ അടുത്ത എന്തോന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട പിന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തോന്ന് ചോദിച്ചാൽ നമ്മുടെ ക്ലിയർ ആയിട്ട് ഗോൾ സെറ്റ് ചെയ്തിരിക്കണം. അവർക്ക് എന്തുണ്ടാവും? കൃത്യമായ അവരുടെ ജീവിതത്തെ പറ്റി ഒരു ട്രാക്ക് ഉണ്ട്. ജീവിതത്തെ പറ്റി കൃത്യമായ അറിവുണ്ടാവണം. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഇപ്പൊ നമുക്കറിയാം നമ്മൾ നടന്ന് എവിടം വരെ പോകുന്നതെന്ന്. അവിടെ ലക്ഷ്യമുണ്ടായോണ്ട് അവിടം വരെ പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നേരെ അങ്ങ് തിരുവനന്തപുരം വരെ അതൊക്കത്തില്ല. കൃത്യമായ രീതിയിൽ നമുക്ക് എന്തുണ്ടാവണം? ലക്ഷ്യമുണ്ടായിരിക്കണം. ഡിറക്ഷൻ നമ്മുടെ കൃത്യമായി അറിയണം. ഞാൻ എങ്ങോട്ടാ പോകുന്നത്, നമ്മുടെ ഗോൾ എങ്ങോട്ടാ. ആ വിഷനും മിഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിഷൻ ഉണ്ടെന്നുണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്. പക്ഷെ അത് ആ ഗോളിലേക്ക് പോകുന്ന കാഴ്ചപ്പാടായിരിക്കണം. മിഷൻ എന്ന് പറഞ്ഞാൽ ഹൗ ടു അറ്റൈൻ ദാറ്റ് എന്നാണ്. വിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിരിക്കുന്ന സാധനം. ആ വിഷൻ എന്ന് പറയുന്നത് ലൈഫ് ലോങ് ഗോൾ അല്ല. ഓരോ സമയത്തും നിങ്ങൾക്ക് ഓരോ വിഷൻ. ആ വിഷനുകൾ കൂട്ടിച്ചേർത്ത് വലിയൊരു ഗോൾ. ആ വിഷൻ അറ്റൈൻ ചെയ്യുന്ന വേ ഓഫ് മെത്തേഡാണ് മിഷൻ. ഞാൻ എങ്ങനെയാണ് എന്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നത്? എല്ലാവരും ഒരേപോലെ പോകാൻ പറ്റുമോ? ഐഡിയ കിട്ടിയോ? നമുക്കൊരു ലക്ഷ്യം ഉണ്ടാകണം. മാർഗമാണ്. അതെ. മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്തിനാന്ന് ചോദിച്ചാൽ അതും ആ എഴുതിയ കഥാപാത്രം ഇപ്പം രാമായണത്തിലായാലും മഹാഭാരതത്തിലൊക്കെ ആയാലും ഇങ്ങനൊരു കാര്യം കൂടെ ക്ലോസ് കൂടെ എഴുതുന്ന എന്താണെന്നറിയാമോ? അപ്പം ചോദിക്കും, ഇവിടെ ഈ ദൈവങ്ങളെല്ലാം കൂടെ മനുഷ്യനെ കൊല്ലുന്നത് ശരിയാണോ? അപ്പൊ ഇവ ഒരു വാക്കെടുത്ത് അതിനകത്തിട്ട് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും. നീ ഒരുത്തന് അന്നേരം എല്ലാത്തിനും മറുപടിയായി. അതൊക്കെ ബുദ്ധിമാന്മാർ എഴുതുമ്പോ എഴുതുന്നതിന്റെ അടുത്ത് എഴുതി വെച്ചോളും. സാധാരണക്കാരെ അത് കിടന്ന്
വെള്ളം കുടിക്കും എന്നുള്ളതേ ഉള്ളൂ, അത് നമ്മുടെ വിഷയമല്ല. അപ്പൊ പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇനി ജയിച്ചവന്മാർ ചെയ്യുന്ന ഒരു പ്രശ്നം, ജയിച്ചവന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് ഗോൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇനി ജയിച്ചവരുടെ വേറൊരു ലക്ഷ്യം എന്തോന്ന്, അവരിൽ നിന്ന് പഠിക്കേണ്ട ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ലേൺ ഫ്രം എന്തോന്ന് ഫെയിലുവർ. ഏറ്റവും ഇമ്പോർട്ടന്റ് മക്കളെ, തോറ്റാൽ കരയരുത്. ഞാൻ എപ്പോഴും നിങ്ങളോട് നിങ്ങളുടെ മാർക്ക് പോലും ഞാൻ ചോദിക്കത്തില്ല, പക്ഷെ പരീക്ഷ എഴുതാൻ ഇവിടെ അങ്ങനെ നിൽക്കാം, അല്ലെ അങ്ങോട്ട് പോകുമ്പോഴേ നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആവും. എന്താന്ന് പറഞ്ഞേ, തോൽവിയിൽ നിന്നാണ് പഠിക്കേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മൾ ഉസൈൻ ബോൾട്ട് പറയുന്നതല്ലേ ഏറ്റവും കറക്റ്റ്. 27 ഇയേഴ്സിനകത്ത് അവൻ വേൾഡ് റെക്കോർഡ് മേടിച്ചു. എങ്ങനെ? 9.6 അപ്പൊ അത്രയും സെക്കൻഡിൽ 100 മീറ്റർ ഓടാൻ വേണ്ടി അവൻ 10,000 പ്രാവശ്യം അവൻ എന്തോ ഇത് തോറ്റ്. ഈ ഫുട്ബോൾ കളിക്കുമ്പോഴേ, ഫുട്ബോൾ കളിക്കുന്നവന്റെ കളി കൊണ്ടല്ല ജയിക്കുന്നത്, അതിന്റെ കരയിലിരുന്ന് ഓരോ അനലിസ്റ്റുകൾ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? അവന്മാർ എതിരാളിയുടെ ഓരോ സ്റ്റെപ്പും പഠിച്ചുകൊണ്ടിരിക്കുക, ഇവരുടെ തോൽവിയെ പറ്റിയും പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ തോൽക്കാൻ ഇതാണ് കാരണം. ഇതുപോലെ കൃത്യമായ ചടുലമായ രീതിയിലുള്ള കഴിവുള്ളവനെ കൊണ്ട് ഉപയോഗിക്കാൻ പഠിക്കണം. മനസ്സിലാവുന്നോ? അതാണ് ലിവറേജ് എന്ന് പറയുന്നത്. ആ ഒരു കൺസെപ്റ്റ് ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ ലിവറേജ്. ഇപ്പൊ നേഹയ്ക്ക് നല്ല കഴിവുണ്ട്, നേഹയെ ഞാൻ പൈസ കൊടുത്തിട്ടേക്കുന്നതല്ലേ നല്ലേ. അതുകൊണ്ടല്ലേ ഈ കൊച്ചുങ്ങളെയൊക്കെ ഡിഗ്രി കഴിഞ്ഞ് ജോലിക്ക് വിടാതെ അതിന് മുമ്പേ കയറി ചാടി വീഴുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അവൻ ഏതെങ്കിലും കമ്പനി പോകും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കമ്പനി തുടങ്ങും. അതിനെ ഭേദം നേഹ എന്ത് ചെയ്യണം? 50,000 രൂപ തരുന്നിട്ട് 1,00,000 രൂപ എടുത്ത് നമ്മൾ ഇഞ്ഞെടുക്കും, നിങ്ങളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട്. അപ്പൊ ഒന്ന്, പുതിയൊരു കമ്പനി, ഇത് കോമ്പറ്റേറ്റീവ് കമ്പനി ഉണ്ടാകത്തില്ല. 2, ഇവന്റെ ടെക്നോളജി മൊത്തം നമ്മുടെ കയ്യിലെത്തും. അതുകൊണ്ടാണ് നിങ്ങളെ സ്കൂളിൽ നിന്നേ എടുക്കുന്നത്. പൊട്ടനെ പോയി എടുക്കുമായിരിക്കും. അത് ആ ഒരു സംഭവം പറയാം. അതാണ് നമ്മൾ എന്താന്ന് പറഞ്ഞത്, ലേൺ ഫ്രം ഫെയിലുവർ, ഡോണ്ട് ബി അഫ്രൈഡ്. ഒരു കാരണവശാലും തോറ്റെന്ന് പറഞ്ഞുകൊണ്ട് ഭയപ്പെടരുത്. അത് അന്നേരം എന്ന് പറഞ്ഞാൽ തോറ്റെന്ന് പറഞ്ഞ് ഭയപ്പെടുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവന്മാരെ നമ്മളെ ഭയപ്പെടുത്തുന്നത്. നമ്മൾ അന്നേരം അതിൽ നിന്ന് എന്തോ പഠിക്കണം, യവനെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് എടുത്ത് തോട്ടിക്കളയണം, അത് പഠിച്ചിരിക്കണം. ആരെയാ വേണ്ടാത്തെന്നുള്ളത് കൃത്യമായി പഠിക്കണം. കാരണം ഇവൻ അല്ലെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് വരും. കഴിഞ്ഞ ദിവസം ഞാൻ പാർട്ടി ഓഫീസിൽ ചെന്നിട്ട് ഒരു പേട്ടി ഇറങ്ങാൻ അവിടെ നിന്ന് നെഗറ്റീവ് പറയുന്ന കേട്ട്. മനസ്സിലാവുന്നു? നെഗറ്റീവ്സ് നിങ്ങൾ മരണം വന്നാൽ പറയരുത്. നിങ്ങൾക്ക് അത്ര വിഷമം വന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് പോവുക. മനസ്സിലാവുന്നു? ഇതുകൊണ്ട് നശിക്കപ്പെടുന്നത് ആരാണ്? അവൻ നമ്മളെ ചെളിവാരി എറിയാൻ നോക്കുക. ബുദ്ധൻ പറഞ്ഞൊരു സംഭവം, അതായത് ഒരു തീക്കനൽ കൈ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ച് നേഹ എറിയുക. ഈ കനൽ പിടിച്ചുകൊണ്ടിരുന്ന ആരാ? നിങ്ങൾക്ക് ഇവിടെ കൊണ്ട് താഴെ വീണില്ലയോ? നിങ്ങൾക്ക് വലിയ വേദന ഉണ്ടായോ? എന്റെ കൈയും പൊള്ളി, മൊത്തവും പൊള്ളി, ഞാൻ എന്റെ പൂപ്പാട് വന്നില്ലയോ? അങ്ങനെ ചെയ്യാം. അവ എറിഞ്ഞോട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ബുദ്ധൻ പറഞ്ഞതിന്റെ കൂട്ട് ഒരുത്ത ഇങ്ങനെ നടന്നു, യമാരെല്ലാം കൂടെ ബുദ്ധനും ശിഷ്യന്മാരും ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ഹിന്ദു ഒരുത്ത ഇങ്ങോട്ട് നീ എന്തുകൂടെ ഇവിടുത്തെ ഞങ്ങളുടെ ബ്രാഹ്മണന്മാരെ എല്ലാം തുലയ്ക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോ 1000 ചീത്തയും വിളിച്ച്. അപ്പോഴത്തേക്ക് ആരാ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാര്? യമാരെപ്പോഴും നെഗറ്റീവ് അല്ല പറയൂ. കൂടെ നിൽക്കുന്ന ശിഷ്യന്മാര് പറയോ, എന്തോ നിങ്ങൾ കാണിക്കുന്ന ഇത്രയും വലിയൊരു ഗുരുവായിട്ട് നിങ്ങൾ എന്താ ചോദ്യം ചെയ്യാത്തെ? നിന്റെ കൂട്ടുകാരെ എപ്പോഴും നിന്നോട് പറയും, നേഹയോട് പറയും, നേഹ ചോദിക്ക്, കൊന്നാ ചോദിക്കരുത്. ചോദിക്കണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻസ് ആരെ എടുക്കാവൂ? നിങ്ങൾ അതിന്റെ വരുംവരായ 1000 വട്ടം നിങ്ങളുടെ മനസ്സിൽ കൂടെ മിന്നി മറയണം. മനസ്സിലാവുന്നോ? അവൻ നമ്മളോട് പറയും ചോദിക്കെന്ന് പറയും. ബുദ്ധൻ പറഞ്ഞേ ഇത്രയും നേരം അവൻ എന്നെ ചീത്ത വിളിച്ചോ? വിളിച്ചു. ഞാൻ ഈ ചീത്ത ഒന്നും സ്വീകരിച്ചില്ല. ഇപ്പൊ ആ ചീത്ത ആരുടെ ഇരിക്കുക? അപ്പൊ അവൻ സമ്മാനം കൊണ്ടുവന്നു, ഞാൻ സമ്മാനം മേടിച്ചില്ല. ആ സമ്മാനം ആരുടെ കയ്യിലാ? അവിടെ ഇരുന്നോട്ട്. ഇങ്ങനെ ചിന്തിക്കാവൂ. മനസ്സിലാവുന്നോ? ആവശ്യമില്ലാതെ ഒരുത്തൻ നമ്മുടെ മണ്ടയിൽ ഇറക്കി വെക്കാൻ വരുന്ന ഒരു ഭാരവും നമ്മൾ മേടിക്കരുത്. എന്ത് ചെയ്യണം? അതിന്റെ ഇരട്ടിയായിട്ട് അവൻ കൊണ്ടുപോകുന്നത്. നിങ്ങൾ മേടിക്കാതിരുന്നിട്ട് നിങ്ങൾ ചിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ സമയത്തൊക്കെ ഒന്ന് ചിരിച്ചോണ്ടല്ലേ അവന്റെ ഊപ്പാട് വരും. നിങ്ങൾ അന്നേരം എന്ത് ചെയ്യണം? ഒന്നും ചെയ്യാതെ മൗനമായിരുന്നു കൃഷ്ണൻകുട്ടി. അത് സത്യ. ഞങ്ങൾ 3 ദിവസമായിട്ട് ഇല്ലായിരുന്നു. ഐഡിയ കിട്ടിയോ? എന്താ പറഞ്ഞേ? മറ്റുള്ളവരുടെ ഭാരം നമ്മുടെ മണ്ടയിൽ ഇറക്കി. മറ്റുള്ളവരുടെ ഭാരം എടുത്ത് വെക്കാനുള്ള അല്ല. ഇവിടെ ഈ മീൻ എത്ര എടുത്തോണ്ട് പോകുന്നവന്റെ അടുത്ത് കല്ലൂടെ വാരിക്കൊണ്ട് പോകാൻ പറഞ്ഞാൽ നടക്കുവോ? നാസർ കൊട്ടാരക്കര അളിഞ്ഞ മീനുകൾക്ക് നാസർ കൊട്ടാരക്കര നല്ല സംഭവം. അയിലയുണ്ട്, നല്ല അയിലയാട്ടോ, സൂപ്പർ അയില. ഇത്രയും നല്ല മീൻ എവിടുന്ന് കൊണ്ടുവരുന്ന ചേച്ചി? ആർക്കറിയാം, അളിഞ്ഞ എല്ലാം കൊണ്ട് രണ്ടു അല്ല. ഓക്കെ, നല്ല മീനാണ്. അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ചീത്ത ഇപ്പൊ കിട്ടും. അപ്പൊ എന്ത് ചെയ്തു? ഡോണ്ട് ബി അഫ്രൈഡ് ഇൻ യുവർ ഫെയിൽസ്. ഫെയിലുവാരിറ്റി. ഫെയിലുവർ. പിന്നെന്ത് പറഞ്ഞു ഞാൻ പറഞ്ഞേ?
മറ്റുള്ളവരെ ക്ലിയർ ദ മിസ്റ്റേക്ക്. ഒരു പ്രശ്നം, ആ മിസ്റ്റേക്ക് എന്ത് ചെയ്യണം? നിങ്ങൾക്കുണ്ടാകുന്ന മിസ്റ്റേക്ക് അവർക്കൊരു മിസ്റ്റേക്ക് വന്നാൽ അവരത് ക്ലിയർ ചെയ്യും. ജയിച്ചവന്മാര്, ഈ ജയിച്ചവരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് എലോൺ മസ്ക് നിങ്ങളെടുത്ത് ഒന്ന് മിണ്ടുവോ? നിങ്ങൾക്കല്ലേ അയാളോട് മിണ്ടണമെന്ന് തോന്നേ? അവനൊരു മിസ്റ്റേക്ക് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ ആ മിസ്റ്റേക്ക് അവൻ എന്ത് ചെയ്യും? ക്ലിയർ ചെയ്തിരിക്കും. അവന്റെ ഒരു പ്രോസസ്സിലായിക്കോട്ടെ, അവന്റെ ജീവിതത്തിലായിക്കോട്ടെ, അവന്റെ വിദ്യാഭ്യാസത്തിലായിക്കോട്ടെ, അവന്റെ നോളജിലായിക്കോട്ടെ, അവന്റെ ട്രാൻസ്ഫോർമേറ്റീവായ കാര്യങ്ങളിലായിക്കോട്ടെ, ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അങ്ങനെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടോ നിങ്ങൾ മിസ്റ്റേക്കിൽ നിന്ന് പഠിക്കുകയേ ചെയ്യാവൂ. മനസ്സിലാവുന്നു? ഫെയിലുവറിൽ നിന്ന് പഠിക്കുകയേ ചെയ്യാവൂ. ആ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതെന്റെ തെറ്റായിരുന്നു, അല്ലെങ്കിൽ ഈ വഴി സ്വീകരിച്ചത് കൊണ്ടാണ് ഞാൻ ഫെയിലുവർ ആയത്. ഓക്കെ, യു ഗോട്ട് ഇറ്റ്. നിങ്ങൾക്ക് ഐഡിയ കിട്ടി. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ ഇപ്പം വൈ ദ ട്രഡീഷണൽ ബിസിനസ് ആർ ഫെയിൽ. അങ്ങനൊരു ക്വസ്റ്റ്യൻ ഫെയിലുവർ ആവുന്നതിന്റെ കാരണമാണ് ബിക്കോസ് ദേ ആർ നോട്ട് ആഡ് ദ ടെക്നോളജി. അപ്പൊ നമുക്ക് മനസ്സിലാക്കി ടെക്നോളജി ആഡ് ചെയ്യാതിരുന്നാൽ നമുക്ക് പരാജയപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടെക്നോളജി ആഡ് ചെയ്യണം. നമ്മുടെ മിസ്റ്റേക്ക് എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. എന്തുകൊണ്ട്? സുഖമായിട്ടിരിക്കുന്നോ? അതാ വരുന്നു അവിടെ വരെ പോട്ട്. ഹലോ, ഇപ്പൊ വരാൻ കേട്ടോ, ഞങ്ങൾ 2 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. ഒരു ചായ എടുത്തോ. അപ്പൊ എന്തായിരുന്നു? 2 ബൂസ്റ്റ്, ഹോർലിക്സ്. എന്തായിരുന്നു നമ്മൾ പറഞ്ഞേ? അന്നേരം ഫിയർ എന്ത് ചെയ്യണം? ഫിയർ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു? ഡോണ്ട് ബി അഫ്രൈഡ് എന്നും പറഞ്ഞു, ക്ലിയർ ദ മിസ്റ്റേക്സ് എന്നും പറഞ്ഞു അല്ലേ. ഇനി യവന്മാരുടെ ഈ ജയിച്ചവന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നറിയാം? അവന്മാരിന്ന് പഠിക്കേണ്ട ഒരു സാധനം മൈൻഡ് സെറ്റാ. പപ്പയ്ക്ക് കൂടെ വേണ്ട. എന്തോ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണ്. ഇവിടെ പ്രശ്നം വരും. എന്തോ പ്രശ്നം പഠിച്ചോ? പ്രശ്നം വരും. കാരണം എന്താ? ജീവിതം. നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി തുടങ്ങി. ഇവിടെ ഒരു പ്രശ്നത്തിലല്ലല്ലോ നിങ്ങൾ ഇറങ്ങിയത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ബിസിനസ് വിജയിപ്പിക്കാൻ തീരുമാനിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രാസംഗികയാകാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഒരു റീഡർ ആവാൻ തീരുമാനിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ മോട്ടിവേറ്റർ ആവാൻ തീരുമാനിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ IAS IPS ആവാൻ തീരുമാനിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ കളിക്കാരനാവാൻ, അത്ലറ്റ് ആവാൻ തീരുമാനിച്ചു. ഇത് തീരുമാനിച്ചതല്ലയോ ഫസ്റ്റ് സ്റ്റെപ്പ്? അതെ. തീരുമാനിച്ചുകൊണ്ടല്ലയോ ഈ പ്രോബ്ലംസ് വന്നത്? അതെ. തീരുമാനിച്ചതുകൊണ്ടല്ലയോ തോറ്റത്? അതെ. ഐഡിയ മനസ്സിലായോ? ഓ അപ്പൊ ഒരുത്തൻ ചെളി വാരി എറിഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് ചെളി നമുക്ക് കഴുകി കളയാലോ? കളയാം. ഒരു കാര്യം ആലോചിച്ചോണം, എവിടെ പ്രതികരിക്കണം? പഠിച്ചോ? എന്തോ എവിടെ പ്രതികരിക്കണം? ഒന്നുകൂടെ പഠിച്ചോ. എവിടെ പ്രതികരിക്കണം എന്ന് ഞാൻ പറയും. ആരാ പറഞ്ഞെന്നറിയാം? നിങ്ങളുടെ ആത്മാവ്. എന്തോ ആരാ പറഞ്ഞേ? നിന്റെ ശരീരം എടുത്ത് ചാടിയാലും ചാടി കയറി ഒന്നും പോകരുത്. സൈലന്റ് ആയാൽ മാത്രമേ ആത്മാവിനോട് മിണ്ടാൻ പറ്റൂ. പഠിച്ചോ? അപ്പം ആത്മാവെന്ന് പറയുന്നത് മരിച്ചു പോയാലും ജീവിച്ചിരിക്കുന്ന നേഹയാണ്. അതാണ് നേഹയുടെ ആത്മാവ്. അപ്പൊ ആ സാധനത്തെ ഉണ്ടാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരീരത്തോട് പറയണം വെയിറ്റ്. ഒരുത്തം പറയടാ പാടാ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാന്ന് പറഞ്ഞ വെയിറ്റ് ഒരു 2 മിനിറ്റ് ഞാൻ പറയാം, ആലോചിക്കണം. മനസ്സിലാവുന്നു? കൃത്യമായി ആലോചിക്കണം. ഐഡിയ കിട്ടിയോ? അപ്പം പോസിറ്റീവ് മൈൻഡ് സെറ്റ് ചെയ്യുക. പ്രശ്നങ്ങളെല്ലാം എന്ത് ചെയ്യും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഒന്ന് അവസരമാക്കി എടുത്തു നോക്കിയേ. ജീസസ് ക്രൈസ്റ്റ് ക്രൂശീകരിക്കപ്പെട്ടു. പ്രശ്നമായിരുന്നു അത്? പിന്നെ വലിയ പ്രശ്നമല്ലയോ? ആ പ്രശ്നം ഉണ്ടായത് കൊണ്ടല്ലേ അയാൾ ഉയർത്തെഴുന്നേറ്റെ? ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അല്ലായിരുന്നു എല്ലാവർക്കും വേണ്ടത്? അപ്പൊ യഥാർത്ഥത്തിൽ നന്മ ചെയ്തത് ആരാ? യൂദയും ഈ കൊന്ന പീലാത്തോസും യവന്മാരും അല്ലയോ? അവന്മാരില്ലായിരുന്നുണ്ടെങ്കിൽ യേശു ഉണ്ടാവോ? ഇല്ല. അപ്പൊ നിനക്ക് മനസ്സിലായോ? നിങ്ങളെ ചെളിവാരി എറിയുന്നവരുണ്ടായോണ്ടല്ലയോ എന്റെ നേകൂട്ടാ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റിയേ? നിങ്ങക്ക് മനസ്സിലായില്ല? മനസ്സിലായി. ആര് ജീവിതത്തെ ഇത് നമ്മുടെ റജീവ് അല്ലയോ? റജീവ ഞാൻ പറഞ്ഞത് ശരിയല്ലയോ? റജീവിന്റെ കൂടെ ഞാനൊരു വാക്ക് ആഡ് ചെയ്യും കേട്ടോ. നമ്മുടെ പത്തനാപുരത്തെ റജീവ. ഞാൻ ഒരു ദിവസം നടക്കാൻ പോയപ്പോ നമ്മുടെ ഗാന്ധിമുഖി വെച്ച് ഒരു മനുഷ്യൻ എന്ത് ചെയ്ത് കുഴഞ്ഞു വീണു. അവിടെ നിൽക്കുന്നവരെല്ലാം പറയാ ചന്നിയാന്ന് പറഞ്ഞോണ്ട് നിൽക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ അല്ല, ഇത് അറ്റാക്ക്, അത് ഡിഫറെന്റ് ഇതാ. അപ്പൊ ഉടനെ ഞങ്ങൾ എന്ത് ചെയ്താ, അറ്റാക്ക് ആന്നുള്ള രീതിയിൽ നമ്മൾ കൃത്രിമ ശ്വാസം കൊടുക്കാനും അങ്ങനെയൊക്കെ ഒന്ന് CPR ചെയ്യാനൊക്കെ ശ്രമിച്ചു. പക്ഷെ പെട്ടെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാനും റജീവിന്റെ വണ്ടിക്കകത്ത്. റജീവ് വേറെ എവിടെയോ സീരിയസ് ആയിട്ട് പോകുന്നത്. പക്ഷെ അതിലേ പോയ ഒരു വണ്ടിയും നിർത്തുന്നതായിട്ട് ഞാൻ കണ്ടില്ല. പക്ഷെ ഇയാൾ എന്ത് ചെയ്ത് ഇറങ്ങി വന്ന് വളരെയേറെ. റജീവ് അത് എന്റെ മനസ്സിൽ എന്നുകൊണ്ട് നല്ലൊരു കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് ആയേണ്ട മനുഷ്യനാണ്. ഓക്കെ, അദ്ദേഹത്തെ കിട്ടിയ അയാളെ കണ്ട അവസരത്തിൽ നമ്മളത് പറയണ്ടേ? അതെന്തിനാ പറഞ്ഞെന്നൂടെ പറയാം. ഈ വിജയിച്ചവര് നന്മ കൃത്യമായി പറയും, ഒരാളുടെയും തിന്മ പറയത്തില്ല. എന്തോ
നന്മ കൃത്യമായി ചെയ്ത നന്മ, ഒരാൾ ഒരു നന്മ ചെയ്ത കൃത്യമായി നമുക്ക് സമയം കിട്ടുന്നിടത്ത് എന്ത് ചെയ്തിരിക്കണം, അത് പറഞ്ഞിരിക്കണം. പപ്പ ഇപ്പൊ പറഞ്ഞ കേട്ടോ. ഓക്കെ. അപ്പം പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാവണം. അത് നമ്മൾ ആരിൽ നിന്ന് പഠിക്കണം? ജയിച്ചവനിൽ നിന്ന് പഠിക്കണം. അതായത് ഏത് പ്രശ്നങ്ങളും നിങ്ങൾക്ക് എന്തായി മാറണം? അവസരമായി മാറണം. സെൽഫ് കോൺഫിഡൻസ് വേണം, ഹോപ്പ് വേണം. എന്താണ്? സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ഹോപ്പ്. അല്ലാത്തവനൊന്നും വിജയിച്ചിട്ടില്ല. സമൂഹം എപ്പോഴും നിങ്ങളുടെ നെഗറ്റീവ്സ് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും, ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നീ ഇല്ലടാ, ഇല്ല ചാക്കന്റെ മോനല്ലോടാ, നീ ഇല്ല മരിച്ചു പോയ തോമാച്ചാന്റെ മോനല്ലയോ, നിന്നെ കൊണ്ട് എന്തുവാടാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്താണെന്നറിയാം, അവൻ എങ്ങനായിരുന്നു അല്ലെ അവന്റെ മോൻ എങ്ങനായിരുന്നു. കഴിഞ്ഞൊരിടയ്ക്ക് ഞാനിത് പേര് പറയുന്നില്ല. പണ്ട് ഞാൻ ഈ കട, എന്റെ വീടിന്റെ വാതിക്കലൊക്കെ ഒരു കടയുണ്ടായിരുന്നു. ആ കടയൊക്കെ പോയി ആ കടയിൽ ചെന്നിരിക്കുമ്പോ ഉണ്ടല്ലോ, 2-3 ആൾക്കാർ അവിടെ വരും. അവിടെ വന്നിട്ട് ഓരോരുത്തരെ പറ്റി അവന്റെ മാർക്ക്, ഓ അവൻ കോപ്പിയാടേ, വേറൊരാളെ പറ്റിയാ പറയുന്നത്, നമ്മുടെ വീടിനടുത്തുള്ള ഒരാളെ പറ്റി, ആളുടെ പേര് പറയത്തില്ല, അവൻ അത്രയും കഴിവൊന്നുമില്ല. എന്നിട്ട് ഞാൻ ചെന്നിട്ട് പറയും, മേല ഞാൻ ഇരിക്കുന്നിടത്ത് വെച്ചിട്ട് വേറൊരാളെ പറ്റി മോശം പറയും. ഞാൻ ഒരാളുടെ മോശം ജീവിതത്തിൽ കേൾക്കത്തുമില്ല, ആ മോശം കേൾക്കാൻ വേറൊരാളോട് പറയത്തുമില്ല. മോനും അത് പഠിച്ചിരിക്കണം. നമുക്ക് ആരുടെയും മോശം കേൾക്കേണ്ട കാര്യമില്ല. ആര് വേണമെങ്കിലും എല്ലാവരുടെയും നന്മ പറഞ്ഞോട്ട് ഞാനത് 100 പേരോട് പറയും. മനസ്സിലാവുന്നു? എന്തോ പറയരുത്? മോശം പറയരുത്. ഈ ബിഗ് ബോസ് ഒക്കെ നിങ്ങൾക്ക് നല്ലോണം ഇത് ക്യാരക്ടർ ഫോർമേഷനെ പറ്റി പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. മനസ്സിലാവുന്നു? അതുപോലെ തന്നെ ആയിരിക്കും എല്ലാവരും. അവരും മനുഷ്യരല്ലേ. അപ്പൊ ഇനി അടുത്ത വേറൊരു പോയിന്റ് പറയാം. സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവണം. എന്ത്? സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവണം. ഞാൻ ഈ പറയുന്ന ഇതെന്ന് പറഞ്ഞ ഒരു പുസ്തകമാണ് ഞാൻ ഈ പറഞ്ഞിരുന്നതെന്ന് ആലോചിച്ചോണം. മനസ്സിലാവുന്നോ? ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ഒരു പുസ്തകമാണ് പറഞ്ഞു തരുന്നത്. മനസ്സിലാവുന്നോ? പുസ്തകത്തിന്റെ പേരൊന്നും പറഞ്ഞുതരാത്ത എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ പുസ്തകം പിന്നെ വായിക്കത്തില്ല. ആ വായന നഷ്ടപ്പെട്ടു പോകും. ഞാൻ എത്ര ദിവസം കൊണ്ട് എത്ര പുസ്തകങ്ങളിൽ പഠഞ്ഞതും കേട്ടതുമായത് ഞാൻ ഇങ്ങനെ എടുത്തു തരുന്നതല്ല, ഓസിന് പറയുന്നതൊന്നുമല്ല. ഞാനും ഇത് വായിച്ച് അതെന്റെ മനസ്സിൽ സംഗ്രഹിച്ച് അതിങ്ങനെ ഓരോ സിറ്റുവേഷനിൽ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഓരോന്ന് പറയുന്നത്. മനസ്സിലാവുന്നോ? അപ്പൊ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവണം. പിന്നുണ്ടാവുന്ന കോൺഫിഡൻസാ. അവന്മാര് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവര് കേറുമ്പോ ഉണ്ടല്ലോ, എത്ര കഥകൾ ഇതിനകത്തുനിന്ന് എനിക്ക് ഒരു 3 ദിവസം പറയാനുള്ള സാധനം ഇതിനകത്ത് ഓരോ പോയിന്റിലും ഉണ്ട്. അത്രയ്ക്ക് കഥകൾ, ആയിരക്കണക്കിന് കഥ വേണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ സെൽഫ് ഡിസിപ്ലിൻ നിങ്ങൾ ചോദിക്കണം. പിന്നെ ഇപ്പൊ ഒക്കത്തില്ല, ഇതിനകത്ത് ഇതങ്ങ് പറഞ്ഞു തീർക്കണം. ഇത് കേൾക്കുന്നവർക്കും ഗുണം ചെയ്യണമല്ലോ. കേൾക്കുന്നവർക്ക് ഗുണം ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം എന്നെ പലരും വിളിക്കാറുണ്ട്. എനിക്ക് വളരെ എന്നെ കേൾക്കുന്നവരോട് വളരെ സ്നേഹവും ആദരവും അതോടൊപ്പം തന്നെ നന്ദിയും എല്ലാം ഉണ്ട് കേട്ടോ. കാരണം എന്താണ്? ഇതിൽ നിന്ന് ഒരാൾ മാറിയാൽ മതി. ജീസസ് ഒരാൾ മാറിയപ്പോഴാണ് ക്രിസ്ത്യാനിറ്റി ഉണ്ടായത്. ട്രംപ് ഒരുത്തനുണ്ടായപ്പോഴാണ് പല സാഹചര്യങ്ങൾ മാറിയത് അമേരിക്കയിൽ. മോദി ഒരാളുണ്ടായപ്പോഴാണ് BJP ഉണ്ടായത്. മനസ്സിലാവുന്നു? ഗാന്ധിജി ഒരാളുണ്ടായപ്പോഴാണ് സ്വാതന്ത്ര്യത്തിന്റെ ചിന്ത ജനങ്ങളിലും ലോകത്തും അറിഞ്ഞത്. അപ്പൊ എല്ലാവരും ഉണ്ടായിട്ട് നിങ്ങൾക്ക് എല്ലാം ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരാൾ ചെയ്താൽ മതി. മനസ്സിലാവുന്നു? ഇനി സെൽഫ് ഡിസിപ്ലിനും കോൺഫിഡൻസും ഉണ്ടാവണം. ഉറുമ്പിന് ചവിട്ടി പോട്ടെ, സോറി. അപ്പൊ പിന്നെ അടുത്ത എന്താ, ഞാൻ ഈ ഫോണിനകത്ത് നോക്കിക്കൊണ്ട് പറയുന്നുണ്ടാ. അടുത്തെന്ന് പറഞ്ഞാൽ ടെക്നോളജി. എന്റെ കുഞ്ഞുങ്ങളെ, ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ടത്തണ്ട് ഈ അപ്പൂപ്പൻ നടത്തുന്നിടത്ത് എന്തോ ഇല്ല, ജിപേ ഇല്ല, പിന്നെന്തോ ഇല്ല, ഒരു ടെക്നോളജി ഇല്ല, ഒരു മാങ്ങാത്തൊലി ഇല്ല. മനസ്സിലാവുന്നോ? ഉണ്ടോ? എന്റെ കുഞ്ഞു പറഞ്ഞേ, ഉണ്ടോ? കുഞ്ഞൊറ്റയ്ക്ക് നടന്നപ്പോ പപ്പയ്ക്ക് വിഷമമായി. അത് ഇതാണ് അപ്പൻ. മനസ്സിലായോ? കേട്ടോ? അപ്പൊ ടെക്നോളജിയും പിന്നെന്തോ യൂസ് ചെയ്യണം, ടൂൾസും യൂസ് ചെയ്യണം. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പാക്കുകട ആയാലും പാക്കുകടയിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പാൻപരാഗിന്റെ ബിസിനസ് ചെയ്യുക. ഐ മീൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നെഗറ്റീവ് സാധനങ്ങളല്ല ചെയ്യണമെന്ന് പറഞ്ഞത്. നല്ലത് നോക്കി ടെക്നോളജി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് ആരുടെ സ്വഭാവം? അതാരുടെ സ്വഭാവമാണ്? ആപ്പുകളെ, പ്ലാനറെ, ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. ഇതെല്ലാം ആരാ ചെയ്യുന്നേ? വിജയിച്ചവൻ ചെയ്യുന്ന മെത്തേഡുകളാണ്. ഇനി ഒരെണ്ണോട് പറയാം, കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്ക്. സുഹൃത്തുക്കളെ ഉണ്ടാക്കണം. നേഹ വിജയിക്കാൻ അലിബാബയുടെ മുതലാളിയായിട്ടുള്ള ജാക്മ 97-98 കാലത്ത് അമേരിക്കയിൽ ചെല്ലുമ്പോൾ സിലിക്കൺ വാലി കണ്ട് ഞെട്ടിപ്പോയി. ഇത്രയും കമ്പ്യൂട്ടറുകളോ? അയാൾ ഉടനെ ചിന്തിച്ച് തന്റെ കൂട്ടുകാരെ വിളിച്ച് അധ്യാപക വൃത്തിയിൽ തോറ്റൊരാള്, അതായത് KFC-യിൽ അവിടെ എവിടെയോ ജോലിക്ക് പോയപ്പോ ഏറ്റവും ബാക്കിൽ പോയ ഒരുത്തൻ, അവൻ എന്ത് ചെയ്തു? അവിടെ നിന്നുകൊണ്ട് തന്റെ 18 കൂട്ടുകാരെ കൂട്ടിക്കൊണ്ട് അവൻ ഒരുമിച്ച് തുടങ്ങിയതാണ് അലിബാബ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കമ്പനി. അലിബാബ എന്നുള്ള പേര് സ്വീകരിക്കുന്ന എങ്ങനെ? ഏറ്റവും ഈസി ആയിട്ട് ചൈനക്കാർക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു വേർഡ് അന്നത്തെ കാലത്ത് ഏതായിരുന്നു? അലിബാബയെ 41 കള്ളന്മാരും എന്നുള്ള ആ ഒരു കഥയായിരുന്നു. ആ അലിബാബയെ എടുത്തിട്ട് അയാൾ ലോക പ്രശസ്തമായ ഒരു പേരാക്കി മാറ്റി. മനസ്സിലാവുന്നോ? അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു? കമ്പ്യൂട്ടർ എന്ന് പറയുന്നൊരു സാധനവുമായിട്ട് ചൈനയിൽ വന്നപ്പോൾ ആൾക്കാർ അവനെ കളിയാക്കി. അവന്റെ കയ്യിലാണ് ഇന്ന് വേൾഡ് ഇരിക്കുന്നത്. മനസ്സിലായോ? ഈ സോഫ്റ്റ്വെയറിന്റെ വേൾഡ് ഇരിക്കുന്ന ആരുടെ കയ്യില? അലിബാബയുടെ കയ്യില, ജാക്മയുടെ കയ്യില. ഐഡിയ കിട്ടിയോ?
അപ്പൊ അവ എന്തുമാത്രം വേദന അന്ന് സഹിച്ചിട്ടുണ്ടെന്നുള്ള ഐഡിയ കിട്ടിയോ? ഇത് നമ്മുടെ ജീവിതത്തിൽ ഓർത്തോണം. ഇനി ഇതാണ് നമ്മൾ വിജയിച്ചവരെ ഇന്ന് പഠിക്കേണ്ടത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്താം, സമയം പോകുന്നുണ്ടാ. അതായത് നിങ്ങൾക്ക് എങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കാം? എന്തോ മികച്ച ഒരു ഹാബിറ്റ് ഞാൻ പറയാം. ടൈം മാനേജ്മെന്റ് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാന്നുള്ളത് ഒന്ന് പറഞ്ഞുതരാമോ? ടു ഡു ലിസ്റ്റ് എടുക്കാം, വെക്കാമല്ലോ. പ്രയോറിറ്റി സെറ്റ് ചെയ്യാം, ഒക്കുമല്ലോ. ഫോണിനകത്ത് ആ രീതിയിൽ ക്രമീകരണം നടത്താം, അല്ലേ? സോഷ്യൽ മീഡിയ ഉപയോഗവും ഫോണിന്റെ ഉപയോഗവും കുറയ്ക്കാം. മനസ്സിലായോ? ആവശ്യമില്ലാത്ത സാഹചര്യത്തിൽ. മനസ്സിലാവുന്നോ? ഇങ്ങനെയൊക്കെ നമുക്ക് ഹാബിറ്റ് ഉണ്ടാക്കാം. അപ്പൊ ടൈം മാനേജ്മെന്റിന്റെ ഹാബിറ്റ് ഉണ്ടാക്കുന്ന രീതി പഠിച്ചോ? ഇനി വേറൊരു ഹാബിറ്റ്, റീഡിങ്ങിന്റെ എന്ന് പറഞ്ഞാൽ ദിവസം 15 മുതൽ 30 പേജ് വരെ, 30 മിനിറ്റ് വരെ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു 6-7 പേജ് വെച്ച് ഡെയിലി. അങ്ങനെ കയറി പോകുന്നതായിരിക്കും നല്ലത്. അപ്പൊ രണ്ടാമത്തെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കുന്ന രീതി പഠിച്ചോ. പിന്നെ അതെങ്ങനെയുള്ള പുസ്തകം വായിക്കണമെന്ന് വെച്ചാൽ ഞാനിപ്പോ പറയുന്നുണ്ട്, മൈൻഡ് റീഡിംഗ് ആയിട്ട് മൈൻഡിനെ പറ്റി അറിയാനുള്ള പുസ്തകം വായിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു മോട്ടിവേഷണൽ ആയിട്ടുള്ള ബുക്ക് മേടിച്ചാൽ അത് ഗുണം ചെയ്യും. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരെണ്ണം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഡെയിലി എക്സസൈസ്. അതൊരു ഹാബിറ്റ് ആയിക്കൂടെ? ഇങ്ങനെ നടക്കാൻ പറ്റുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കണം. അല്ലെന്നുണ്ടെങ്കിൽ 20-30 മിനിറ്റ് നടത്തുക, അല്ലെന്നുണ്ടെങ്കിൽ യോഗ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോ സാധനങ്ങൾ എന്ത് ചെയ്യണം? ഐഡിയ കിട്ടിയോ? അങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തോ ഗുണം ചെയ്യും? ഹാബിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതെല്ലാം മനസ്സിലായോ? വിജയിച്ചവരിൽ നിന്ന് പഠിക്കേണ്ടതായ ഹാബിറ്റുകൾ എന്തെല്ലാം, നിങ്ങൾക്ക് എങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടാവാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇതെന്റെ ചായയാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു, അല്ലയോ? അതെ, താങ്ക് യു. കുഞ്ഞുങ്ങളുടെ ഹോർലിക്സോ ബൂസ്റ്റോ എടുത്തോ. പറ, എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. എന്നാ ഞാൻ അത് കൺക്ലൂഡ് ചെയ്യാം. അപ്പം നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും ഞാൻ ഈ പറഞ്ഞ പല പോയിന്റുകൾ, എത്ര പോയിന്റ് ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല, പല പോയിന്റുകളും കൃത്യമായി മനസ്സിലാക്കി അതിലേതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 100% എന്റെ ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഈ സംശയം ദൂരീകരിക്കാം. മനസ്സിലായോ? അപ്പം ഉറപ്പായിട്ടും ജയിക്കാൻ പ്രത്യേകിച്ച് മെത്തേഡുകൾ ലോകത്തില്ല. ജയിക്കാൻ ഒരേ ഒരു മെത്തേഡാണ്, നമ്മൾ മാറുക. പിന്നെ രണ്ടാമത് പഠിക്കേണ്ടത് നോ പറയാൻ പഠിച്ചിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരെയും സംതൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ഞാൻ ഈ പറയുന്ന വീഡിയോകളെല്ലാം ശ്രദ്ധിക്കുക, ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇതിനകത്തുനിന്ന് എല്ലാം മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും നിങ്ങൾക്കെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്താ കുഞ്ഞുങ്ങളെ? ഈ അപ്പച്ചനൊക്കെ ഏറ്റവും നല്ലൊരു മാതൃകയാണ്. കൺസിസ്റ്റൻസി, ഇല്ലയോ? ഉണ്ടോ? രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കോ ചേട്ടാ? 4 മണിക്ക് എഴുന്നേറ്റില്ലേ ഈ കട തുറക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ മോളെ? അപ്പൊ എന്തുകൊണ്ടാ അദ്ദേഹം 4 മണിക്ക് കട തുറന്നേ? നീഡ്. എന്താ? നീഡ്. വേണ്ടല്ല, നീഡ്. ചെയ്തേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ പെരുമഴ വന്നാലും അതേ എഴുന്നേക്കും. എന്തോ ഏട്ടാ? കറക്റ്റ്. അപ്പൊ അത് പഠിച്ചോ. നത്തിങ് മോർ ടു സേ. സോ ലെറ്റ് മീ ടു സ്റ്റോപ്പ്. കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇത്തരത്തിൽ ചെയ്യാം. അതാ കൺക്ലൂഷൻ. ഒറ്റവാക്കി ബൈ ബൈ. ബൈ ബൈ ഈസ് ദ കൺക്ലൂഷൻ. ഇതാണ് ഞാൻ ആ പറഞ്ഞ മഹത്തായ വ്യക്തി.